ഹലോ ഗൈസ് ദേ ബെൽറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞു. ഇനിയും കട്ട വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ വന്നത് കഴിഞ്ഞ ഞായറാഴ്ച വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. വേറൊന്നുമല്ല, നമ്മുടെ ജിൻസിന് പനിയായിരുന്നു. പനി പിടിച്ച് പുള്ളി റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആശുപത്രിയിൽ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പനിയായതുകൊണ്ടാണ് ഞാൻ ജിൻസിനെ വിളിക്കാൻ. എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ആൾ ഓടി വരുന്നതാണ്. ആളാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഈ അവസ്ഥ നിൽക്കുമ്പോൾ നമ്മൾ വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞൊന്ന് റെസ്റ്റ് ചെയ്തോ, നമുക്ക് പിന്നെ ഒരു ദിവസത്തിന് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം വന്നത് നമ്മുടെ ഒരു പഴയൊരു വീഡിയോ ഉണ്ട്. ഞാൻ സ്ലോ മോഷനിലൊക്കെ ഇറങ്ങുന്നൊരു വീഡിയോ, സ്കൂട്ടറിനകത്ത് നിന്ന് ഇറങ്ങുന്നൊരു വീഡിയോ ഉണ്ട്. നമ്മുടെ കുമ്പനാട് ഞങ്ങൾ അമ്മയുടെ അടുത്തൊരു പാടത്ത് പോയതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതും ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങൾ വീട്ടിലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് പിന്നീട് പറയാമെന്ന് പറഞ്ഞായിരുന്നു. അതിപ്പോൾ ഒരു വർഷമായി. അപ്പം പിന്നെ ഞാനത് ആ കാര്യം അങ്ങ് മറന്നു പോയായിരുന്നു. അപ്പോൾ എന്തുവാ സംഭവം എന്ന് ഞാനിപ്പം കാണിച്ചു തരാം. അത് ഞാനും അച്ഛനും കൂടെ കൂടി കുഴിച്ച കിണറാണ്. ഇത് കണ്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമാണ് കുഴിച്ചത്. കിണർ കണ്ടോ, സൈഡെല്ലാം ഇത് ചെടികളെല്ലാം കയറിയിട്ടുണ്ട്. കണ്ടോ, അതിലിനി വൃത്തിയാക്കണം. ഞങ്ങൾ രണ്ടും കൂടെ, ഞാനും അച്ഛനും കൂടെ ചേർന്നാണ് ഈ കിണർ കുഴിച്ചത്. ഇത് കണ്ടോ, നല്ല താഴ്ചയുണ്ട്. വെള്ളം കിടക്കുന്നത്. ഇപ്പം വീട് പണിക്ക് ആവശ്യമായ വെള്ളങ്ങളൊക്കെ ഇതിനകത്തുനിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത് ഒഴിക്കാനായിരുന്നു കുറച്ച് താമസമായത്. ഞാനും അച്ഛനും കൂടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇന്ന് കുഴിച്ച് ഡെയിലി കുഴിച്ചാണ് ഇത് വെള്ളം കണ്ടത്. അങ്ങനെ കിണർ ഇപ്പം ഞങ്ങൾ പണിക്കാർ കുഴിക്കുന്ന പോലൊന്നും നമുക്ക് പെട്ടെന്നൊന്നും കുഴിക്കാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ കുഴിക്കുന്നതാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് 2 ദിവസമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് എനിക്കാണിങ്ങനെ കുഴിച്ചൊന്നും പരിചയമില്ല. അപ്പം അങ്ങനെയാണ് ഇച്ചിരി ലേറ്റായി പോയത്. അപ്പം അന്ന് ഞാൻ വീഡിയോയ്ക്ക് അന്ന് പറഞ്ഞില്ലായിരുന്നു, ഞങ്ങളിന്നൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇതായിരുന്നു വർക്ക്. അങ്ങനെ ഞങ്ങൾ വെള്ളം കണ്ടു, ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് വെള്ളം കണ്ടു. അപ്പോൾ വീടിന് ആവശ്യമായുള്ള വെള്ളമെല്ലാം ഇതിനകത്തു നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പം അപ്പോൾ എനിക്ക് ഈ യൂട്യൂബ് വഴി എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് ഞാൻ ഓരോ വീഡിയോസ് ഞാൻ നിങ്ങളോട് പറയും. അതിനുവേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൂടെ ഞാൻ പറയാം എന്തൊക്കെ കാര്യമെന്ന്. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിന് പകുതി അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് എടുക്കുന്നതൊക്കെ ഞാൻ പിന്നീടുള്ളൊരു വീഡിയോ ഞാൻ പറയാം. അപ്പം അതൊക്കെയാണ് ഞാനിപ്പം പയ്യെ എൻ്റെ ആ സ്വപ്നങ്ങളിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താലേ നമുക്ക് അത് മൊത്തം പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാനെല്ലാം വഴിയേ പറയാം. ഇപ്പം ഞാൻ ചാനൽ തുടങ്ങാനും ഒക്കെ ഒരു റീസണുണ്ട്. അപ്പം ഞാനെല്ലാം നിങ്ങളോട് വഴിയേ പറയാം. അപ്പം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളും എല്ലാ വീഡിയോസും കാണണം. എൻ്റെ പഴയ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾ കാണണം. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം 3 വർഷത്തിലേറെയായി. അപ്പം എല്ലാവരും 1 വർഷം ആകുമ്പോഴത്തേനും എല്ലാം കംപ്ലീറ്റ് ആകേണ്ടതാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ടൊന്നും കയറുന്നില്ലായിരുന്നു. അപ്പം കഴിഞ്ഞ വയ്യാതിരുന്ന സമയം മുതലാണ് എനിക്ക് പിന്നെ തൊട്ടാണ് വ്യൂസ് കയറി തുടങ്ങി. നിങ്ങളെല്ലാവരും കണ്ടു തുടങ്ങിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും കാണണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതായത് കാണുന്ന എല്ലാവരും നിങ്ങൾ ഒന്ന് അതിന് തൊട്ടാൽ മതി. കാണുന്ന നിങ്ങളെല്ലാവരും തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് 500 സബ് കിട്ടും. 500 സബ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, ഈ യൂട്യൂബിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ 500 സബ് വേണം. അപ്പം അതുകൊണ്ടാണ്. അപ്പം എനിക്ക് അത്രമാത്രം മതി, വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 500 സബ് 1 മില്യൺ സബ്സ്ക്രൈബ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ എനിക്കപ്പം ആദ്യത്തെ കടമ്പ കടന്നു കഴിയും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ കാണുന്ന എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പം സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.